എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്താണോ സംഭവിച്ചത് അതേപോലെ തന്നെയാണ് ഇന്നും സംഭവിച്ചത്. നിഫ്റ്റി റെഡ് ക്യാൻഡിലെ ക്ലോസ് ചെയ്തു, അതേസമയം ബാങ്ക് നിഫ്റ്റി ഗ്രീൻ ക്യാൻഡിലെ ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 2 ദിവസത്തെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി തുടർച്ചയായ 3 ദിവസവും ഗ്രീൻ ക്യാൻഡിലാണ്, അതേപോലെ നിഫ്റ്റി തുടർച്ചയായ 3 ദിവസവും റെഡ് ക്യാൻഡിലാണ്. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം തന്നെയായിട്ട് വേണം ഇതൊക്കെ കാണാൻ. എന്നാൽ നിഫ്റ്റി റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിലും മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് തന്നെയാണ് നിഫ്റ്റിയുടെ സഞ്ചാരം. സാധാരണ രീതിയിൽ റെഡ് ക്യാൻഡിൽ ഫോം ആവുക എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ഇപ്പോൾ ഇവിടെ നോക്കൂ, തുടർച്ചയായ 5 ദിവസം റെഡ് ക്യാൻഡിൽ ഫോമായി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് റിക്കവറി നടത്തി. ഇവിടെ നോക്കൂ, റിക്കവറി. ഇവിടെ നോക്കൂ. ഈ തരത്തിലാണ് റെഡ് ക്യാൻഡിൽ കൂടുതലായും ഫോം ആവുക. ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ അപ് ട്രെൻഡ് നമ്മൾ കാണുന്നു. പക്ഷേ ഇതുപോലെ നടക്കുന്നത് അപൂർവമാണ്. 8 ദിവസമായി ഒരേ റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അധികവും ഗ്രീൻ ക്യാൻഡിലും. ഇതുപോലെ 1 ദിവസം 2 ദിവസമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ കണ്ടിന്യൂ ആയിട്ട് 8 ദിവസമൊക്കെ ഇതുപോലെ നടക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഒരു സൈഡ് വേയിലൂടെ അപ് ട്രെൻഡാണ്, മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായ പ്രോഫിറ്റോ വരുമാനമോ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നാളെ ഇവിടെ നിന്ന് നിഫ്റ്റി മേലെ പോവോ താഴെ പോവോ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏതാണ്, അതേപോലെ സപ്പോർട്ട് ഏതാണ്, ഏത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താലാണ് താഴേക്കോ മുകളിലേക്കോ പോകാനുള്ള സാധ്യത എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് റെസിസ്റ്റൻസ് ലൈന് 23,655, അതായത് ഇന്നത്തെ ഹൈ ആണ്, ആൾ ടൈം ഹൈ. ഓക്കെ, ഇനി നമുക്കൊരു പ്രീവിയസ് ലോ ആദ്യം മാർക്ക് ചെയ്യണം. ഡോജി ക്യാൻഡിൽ ഒന്ന് ഫോം ആയിട്ടുണ്ടല്ലോ, അവിടെ ഇതാണ് 23,330. ഓക്കെ, ഈ ലൈനിന് പുറത്തേക്ക് ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുത്ത് പോകാൻ കഴിയും. ഈ ഒരു ബോക്സിനുള്ളിൽ നിന്ന്, അതായത് 23,655 മുകളിലേക്ക് ക്രോസ് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്തതിനു ശേഷം മേലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായ ഒരു എൻട്രി എടുത്ത് പോകാം. അതേസമയം ഇത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്, നമുക്ക് 1 അവർ ടൈം ഫ്രെയിമാണ് നമുക്ക് നോക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ നിന്ന് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറുമ്പോൾ നമുക്ക് ഹൈ വന്നിട്ട് 23,655 തന്നെ ആയിരിക്കണം. പക്ഷേ നമുക്ക് 23,330 വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 23,330 ഡേ ടൈം ഫ്രെയിമിലാണ്. 23,000 ഇവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ആദ്യം 23,000 ഈ ഒരു ലൈനിൽ 450. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിലായിരിക്കും നമുക്ക് ഒരു പ്രോപ്പറായ എൻട്രി എടുക്കാൻ. 5 മിനിറ്റ് 15 മിനിറ്റിനേക്കാളൊക്കെ നമുക്ക് ഉപകരിക്കാം 1 അവർ ടൈം ഫ്രെയിം ആയിരിക്കും. അപ്പോൾ 23,450 താഴെ വരികയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് എൻട്രി എടുത്ത് പോകാം. 23,655 മുകളിൽ നമുക്ക് മുകളിലേക്കും പോകാം. അതിന് പുറമെ ഇവിടെ നമ്മൾ 15 മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈനും ഫോം ആയിട്ടുണ്ട്. നോക്കൂ, ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെസ്പെക്റ്റ് ചെയ്ത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിരിക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാതെ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ലൈനിനെ എത്ര കറക്റ്റായിട്ടാണ് റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നാളെ ഇവിടെയല്ല നിൽക്കുന്നത്, ഇനി മുകളിലേക്ക് പോയി ഈ ഒരു റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് താഴേക്ക് വന്ന് വീണ്ടും ഈ ഒരു ലൈനിനെ റെസ്പെക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയി 23,655 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകാം. അതല്ലെങ്കിൽ താഴെ 23,450, 23,330 1 ഡേയിലാണ്. 23,450 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്കും എടുത്ത് വരാം. ഓക്കെ, ഇതാണ് നിഫ്റ്റി. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് ആദ്യം നമ്മൾ മാറ്റി പ്രീവിയസ് ഹൈയും പ്രീവിയസ് ലോ ഒക്കെ മാർക്ക് ചെയ്യണം. പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് 51,090 പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത്. ലോ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 48,900. ഓക്കെ, ഇതാണ് പ്രീവിയസ് ലോ, പ്രീവിയസ് ഹൈ. ഈ ഏരിയ, ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്ത് താഴെ വരികയാണെങ്കിൽ നമുക്ക് താഴേക്ക് പോകാം. അതേസമയം ഈ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ
മുകളിലേക്കും എടുക്കാം 1 ഡേ ടൈം ഫ്രെയിമിൽ. അത് തന്നെ നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1 അവറിലേക്ക് മാറ്റുമ്പോഴും ഇന്നത്തെ ഹൈ ആണ് നമ്മൾ എടുക്കേണ്ടത്. 51,957 51,960. ഓക്കെ, 51,960 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എടുത്ത് പോകാം. അതേസമയം താഴേക്ക് വരികയാണെങ്കിൽ 48,900 വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെയാണ് 50,650 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് താഴേക്ക് എടുത്ത് വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ നമുക്ക് ട്രേഡിംഗ് സെറ്റപ്പായിട്ട് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞ 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസും നോക്കാം. ഒന്ന് RBL ബാങ്കായിരുന്നു. 270 നമ്മൾ ബൈ എൻട്രി പറഞ്ഞിരുന്നത്. ഇന്ന് 270 എത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. രണ്ടാമത്തേത് സിഞ്ചനാണ്. സിഞ്ചൻ 721 എൻട്രി, അതും ഇന്ന് ടച്ച് ചെയ്തിട്ടില്ല. മൊത്തത്തിൽ ഇന്നലെ നമ്മൾ സജക്ഷൻ ചെയ്ത 2 സ്റ്റോക്കുകളും എൻട്രി ലഭിച്ചിട്ടില്ല. നമുക്ക് നാളേക്ക് 2 സ്റ്റോക്കുകൾ നോക്കാം. ഒന്ന് NMDC ആണ്. NMDC 275.50 ഒരു എൻട്രി പോസിബിളാണ്. 275 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. 275.50 എടുത്താൽ 273 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 278, 279.5 ഇങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. മറ്റൊന്ന് ക്യാമ്പസാണ്. ക്യാമ്പസിൽ നമുക്ക് ബൈ എൻട്രി ആണ്. 290 ഒരു എൻട്രി പോസിബിളാണ്. 288 സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്യാം. 292, 293 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. പരമാവധി പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ 2 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ദിവസവും പ്രോഫിറ്റബിളായ സിഗ്നലുകൾ കൊടുക്കുന്നുണ്ട്. കൂടുതൽ സിഗ്നലുകൾ ആവശ്യമുള്ളവർക്ക് പ്രീമിയം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.